യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ഒരായത്ത്, മോമിനുകളെ, അള്ളാഹുവും റസൂലും നിങ്ങൾക്ക് ജീവിതം നൽകുന്ന ഒന്നിലേക്ക് വിളിച്ചാൽ ഉത്തരം കൊടുക്കണം. അപ്പൊ അള്ള ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. എന്നാൽ റസൂലും ജീവിച്ചിരിപ്പുണ്ടോ? റസൂല് ജീവിക്കണം. നമുക്ക് ഹയാത്ത് നൽകാൻ റസൂലിന്റെ വിളി കേൾക്കണമെങ്കിൽ റസൂല് നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കണം. കാഫിറുകളുടെ മനസ്സിൽ നിന്നേ റസൂല് മരിക്കുള്ളൂ. മൂപ്പർ അതേ പോയിന്റാ പറഞ്ഞത്. അപ്പൊ ഞാൻ മനസ്സിലായി, ഞങ്ങൾ പോയ ഗ്രന്ഥങ്ങളൊന്നാണ്, വഴി ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പറയുമ്പോൾ നമ്മളെക്കുറിച്ച് അയാൾ കേട്ടിട്ട് പോലുമില്ല. നമ്മുടെ ഒരു ക്ലാസ് എവിടെ നിന്നെങ്കിലും കേട്ടിട്ടില്ല. മൂപ്പര് ഇങ്ങനെ അന്വേഷണം പറയുമ്പോ അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ പള്ളി, നിസ്കരിക്കാൻ പോക്കില്ല. മൂപ്പര് നിങ്ങൾ പോയി നിസ്കരിച്ചോളി, ഞാൻ ആ സമയത്ത് രോഗികൾക്ക് 4 മരുന്ന് കൊടുക്കട്ടെ, ഇങ്ങോട്ട് ആരാ സ്വർഗത്തിലേക്ക് പോവുകയെന്ന് ഞമ്മക്കൊന്ന് കാണാലോ എന്നാണ്. ഞാൻ എന്റെ അടുത്ത് വരുന്ന ഈ രോഗം കൊണ്ടും പ്രയാസപ്പെട്ടു വരുന്ന മരുന്നൊക്കെ ഫ്രീ ആയിട്ടാണ് സാധു കൊടുക്കുന്നത്. വയസ്സ് കുറെ ആയിരുന്നു. അപ്പൊ അതെന്താ പറയുക, ഇതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ചിന്ത ഞാൻ മാത്രം അവതരിപ്പിക്കുന്ന എനിക്ക് നാം ചിന്തിക്കുന്ന ചിന്ത നമ്മുടേത് കേട്ടതല്ലാത്ത നിലക്കന്നെ ഒരാളിൽ നിന്ന് കേട്ടപ്പോണ്ടായ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായപ്പോ ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ പിന്നെ ഇനി ഞാൻ കാണാം എന്നും പറഞ്ഞിട്ട് പോന്നിട്ടാണ്. ഇനി നമുക്ക് സംസാരിക്കണം. അതാണ് ഇസ്തജീബൂ ലില്ലാഹി. നമ്മൾ പറഞ്ഞത് അതേ തന്നെയാണ്. കൈഫ തക്ഫുറൂന ബില്ലാഹി വഫീകും റസൂലുഹു. നിങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതനുണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക? ഇതേയായിട്ടന്നെ മൂപ്പരും പറയുന്നു, കൈഫ തക്ഫുറൂന ബില്ലാഹി. നിങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യങ്ങളെ തള്ളിക്കളയും? അതാണ് നമ്മുടെ അർത്ഥം. യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുകയോ പഠിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യാൻ നിങ്ങൾ എങ്ങനെ ശ്രമിക്കാതിരിക്കും? എങ്ങനെ ആ പഠനത്തെ നിങ്ങൾ നിർത്തും? വഫീകും റസൂലുഹു. നിങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതനുണ്ടായിരിക്കെ. ആ ആയത്ത് ഇന്ന് മൂപ്പരെ ചോദ്യം തന്നെയാണ്, ഈ ആയത്ത് ഇന്ന് പ്രായോഗികമാണോ എന്നാ ഈ ആൾക്കാരോട് ചോദിക്കുന്നത്? അതോ ഇത് 1400 കൊല്ലം മുമ്പ് മാത്രം മതിയോ ഈ ആയത്ത് എന്നാ ചോദ്യം? അതല്ല, ആ ആയത്തൊന്നും വേണം. എന്നാ വഫീകും റസൂലുഹു, നിങ്ങളിൽ അവന്റെ ദൂതനുണ്ടായിരിക്കെ എന്ന് പറഞ്ഞാൽ എന്താപ്പോ? അപ്പൊ ഈ അള്ളാഹുവിന്റെ ദൂതൻ ഇപ്പോഴും നമ്മിലുണ്ടോന്ന ചോദ്യം. ഇതാണ് നമ്മുടെ ചോദ്യം. റസൂലുമാര് നമ്മുടെ ഉള്ളിൽ വേണം. മുഹമ്മദ് ഒരാളുടെ മനസ്സിൽ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്നാണ് അതിന്റെ അർത്ഥം. മോമിനിന്റെ മനസ്സിൽ നിന്ന് റസൂല് മരിക്കൂല. അത് നിങ്ങൾക്ക് എന്തെടുത്താലും വേണ്ടില്ല, എടുക്കത്തില്ലേലുമല്ല. എനിക്ക് പറയാനുള്ളത് അതാണ്. ഒരു മോമിനിന്റെ മനസ്സിൽ നിന്ന് ഇബ്രാഹിം മരിക്കാൻ പാടില്ല. ഒരു മോമിനിന്റെ മനസ്സിൽ നിന്ന് മുഹമ്മദ് മരിക്കാൻ പാടില്ല. ഇബ്രാഹിമും മുഹമ്മദും യൂനുസും മൂസയും ഒക്കെ ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ കാഫിറാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇത്രേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. അങ്ങനെ വായിച്ചെങ്കിലേ ഈ ഖുർആനിലെ ഓരോ അക്ഷരങ്ങളും ഇന്നും പ്രയോഗവൽക്കരിക്കാൻ പറ്റുള്ളൂ.